ഹായ് നമസ്കാരം. സുൽഫാഗിയ ഫാഷൻസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും നമ്മൾ പരിചയപ്പെടുത്തുന്ന ബ്ലൗസ് തന്നെയാണ്. ഭയങ്കര നല്ലൊരു എൻക്വയറിയാണ് നമ്മൾ ബ്ലൗസ്. അതുകൊണ്ട് കുറേ അധികം നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. സാധാരണ നമ്മുടെ മെറ്റീരിയൽ എടുത്ത് ഒരു സ്റ്റിച്ച് ചെയ്യുന്ന ബ്ലൗസിനെക്കാട്ടും നല്ലൊരു അഫോർഡബിൾ പ്രൈസിലാണ് നിങ്ങൾക്ക് അത് കിട്ടുന്നത്. ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തിയിരുന്നത് കോട്ടണും കലംകാരി അങ്ങനെ പല പ്രിന്റുകളും ഡിസൈനർ ബ്ലൗസുകളാണ്. ഇങ്ങനെ ഡിസൈൻ ആയിട്ട് വന്നിട്ടുള്ള പ്രിന്റുകളാണ്. അത് നമുക്ക് ഒട്ടുമിക്ക എല്ലാ സാരീസിന്റെ കൂടെയും മാച്ചാക്കാം. നല്ല ഓരോ സാരി എടുത്തിട്ട് നമുക്ക് ബ്ലൗസ് അതിന്റെ ആ ഒരു ബോർഡറും കളറും ഒക്കെ നോക്കി കോൺട്രാസ്റ്റ് ചെയ്ത് മാച്ച് ചെയ്ത് പെയർ ചെയ്ത നല്ല ഭംഗിയുള്ള ബ്ലൗസുകളാണ് റെഡിമെയ്ഡ് ആയിട്ട് വന്നിട്ടുള്ളത്. അതൊരു നല്ലൊരു അഫോർഡബിൾ പ്രൈസുമാണ്. നമ്മുടെ ഈ പ്രൈസിൽ നിങ്ങൾക്ക് കിട്ടുക എന്ന് പറയുന്നത് നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ ആയിരിക്കും. അപ്പോൾ ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം. ഫസ്റ്റ് വരുന്നത് നല്ലൊരു ബ്ലാക്ക് ആണ്. ബ്ലാക്കും ഇതുപോലെ ഒരു ചിക്കു ഷെയ്ഡും അതിന്റെ കൂടെ ഒരു ബ്രൗൺ ഷെയ്ഡും കൂടെ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇതുപോലെ ഒരു ബ്ലാക്ക് കളറാണ്. നമ്മുടെ ചില കേരള സാരിയുടെ കൂടെയും ഒക്കെ വെയർ ചെയ്യാൻ പറ്റിയ ബ്ലൗസ് പീസുകളാണ്. ഇതൊരു വാങ്ങിക്കാത്തവർ ഒരെണ്ണം വാങ്ങിച്ചെന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഗുണവും അത് മനസ്സിലാകും. ഷോൾഡറെല്ലാം നമുക്ക് ഷോൾഡർ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ബാക്കിൽ ഇതുപോലെ ടൈ കൊടുത്തിട്ടുണ്ട്. അഥവാ ഇത് വേണ്ട, ഇത് ഉപയോഗിക്കാത്തവർ ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്ത് അങ്ങ് കളയാം. ഫ്രണ്ടിൽ ഫുള്ളും ഈ ഹൂക്ക് ഉണ്ട്. അവർ ആദ്യം ഫുള്ളും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഒറ്റ സ്റ്റിച്ചേ ഉള്ളൂ, അതിങ്ങനെ പൊട്ടിച്ച് കളയാവുന്നതേ ഉള്ളൂ. നമ്മുടെ ഷോപ്പിന്റെ ഉപയോഗിക്കേണ്ട ഒരു സൗകര്യത്തിന് വേണ്ടി ഇങ്ങനെ ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. നമുക്ക് അത് പൊളിച്ച് കളഞ്ഞാൽ മതി. ഇവിടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നല്ല ലൈനിങ് ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. നല്ല കോട്ടന്റെ ലൈനിങ്, നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഉള്ളിലായിട്ട് നല്ല ഒരു തയ്യൽ തുമ്പ് കൂടെ അവർ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് കുറെ കൂടെ ഒക്കെ പൊളിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഓവർലോക്ക് ഒക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും സ്പേസ് തന്നെ ഒരു സൈഡിൽ കിട്ടും. ഏകദേശം 1.5 ഇഞ്ചോളം ഉണ്ട്. ഇത്രയും സ്പേസ് ഉണ്ട്. രണ്ട് സൈഡ് ആവുമ്പോൾ എന്തായാലും അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ നമ്മുടെ ബ്രാ സൈസിൽ നിന്ന് ഒരു സൈസ് കൂട്ടി വേണം പർച്ചേസ് ചെയ്യാൻ. അതാണ് ബ്ലൗസിന്റെ ഒരു അളവ് തന്നെ. എന്നാൽ ചിലർക്ക് അങ്ങനെ കുഴപ്പമില്ല. 36 ആകുന്നവർക്ക് കറക്റ്റ്. ഓരോരുത്തരും ബോഡി ഷേപ്പ് അനുസരിച്ചിരിക്കും. എന്തായാലും ഒരു സൈസ് കൂട്ടി തന്നെ പർച്ചേസ് ചെയ്യുക, അതാണ് നല്ലത്. അല്ല, ഫ്രണ്ടിൽ ഇങ്ങനെ പാഡ് കൊടുത്തിട്ടുണ്ട്. രണ്ട് സൈഡിലും പാഡ് അറ്റാച്ച്. വേണ്ടാത്തവർക്ക് നമ്മളിവിടെ സൈഡ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ വേണമെങ്കിൽ അതിനെ പൊളിച്ചങ്ങ് മാറ്റിക്കളയാം, അത് ഇഷ്ടമില്ലാത്തവർക്ക്. ഇങ്ങനെയാണ് വരുന്നത്. ഇതിന്റെ സൈസ് ഞാൻ ഇതിൽ കൊടുക്കും, വീഡിയോ കൊടുക്കുന്നുണ്ട്. സൈസും പ്രൈസും വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് നോക്കി വേണം പർച്ചേസ് ചെയ്യാനായിട്ട്. കോട്ടൺ ആണ്. ഇതുപോലെ ഒരു വരുന്നുണ്ട്. ആ ഒരു പ്രിന്റിന്റെ ആ ഒരു ഭംഗി വരുന്നുണ്ട്. ഇങ്ങനെയാണ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണ്. നല്ല ഭംഗിയുള്ളൊരു ബ്രൗൺ കളറാണ്. ആദ്യം കാണിച്ചത് ബ്ലാക്ക് ആയിരുന്നു, ഇപ്പോൾ ഉള്ളത് ബ്രൗൺ ആണ്. ബ്രൗണിൽ വൈറ്റ് ഇതുപോലെ ഒരു പ്രിന്റ് ആണ് പോയിട്ടുള്ളത്. പ്രിന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ തുണി ക്ലോത്തിലുള്ള ഒരു ഡിസൈൻ ആണ്. പ്രിന്റ് അല്ല, ഇളകി പോകുന്ന പ്രിന്റ് അല്ല. കോട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ ആണ് വരുന്നത്. ഇതാണ് അതിന്റെ ഒരു ക്ലോത്തിന്റെ ഒരു ക്ലോസർ വ്യൂ വരുന്നത്. ഇങ്ങനെയാണ്. ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ്. അത്ര ഇറങ്ങിയ ലെങ്ത് അല്ല, ബാക്ക് ലെങ്ത് അത്ര ഇറങ്ങിയിട്ടില്ല. നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റിയ ലെങ്ത് തന്നെയാണ്. ഒരു ആഷും കൂടെ ഒക്കെ ചേർന്നിട്ടുള്ള നല്ലൊരു പ്രിന്റ് ആണ്. വൈറ്റ് സാരി, ബ്ലാക്ക് സാരി, ഇങ്ങനെയുള്ള നല്ല സാരീസിന്റെ കൂടെ ഒക്കെ നമുക്ക് പെയർ ചെയ്യാം. ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടാത്ത ഒരു പ്രിന്റുകളാണ്. ഇങ്ങനത്തെ ആ ഒരു ഡിസൈൻസ് ആണ്. ബാക്ക് ലെങ്ത് ഇങ്ങനെ വരുന്നുണ്ട്. ഫ്രണ്ടിൽ പാഡ് അറ്റാച്ച്ഡ് ആണ്. പാഡ് വേണ്ടാന്നുള്ളവർക്ക് അത് റിമൂവ് ചെയ്ത് മാറ്റാവുന്നതാണ്. നെക്സ്റ്റ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ്. ഗ്രീനിൽ ആ ഒരു വൈറ്റ് ചെറിയ ഒരു ഇങ്ങനെ ഇതുപോലെ പ്രിന്റ് ഇങ്ങനെ പോയിട്ടുണ്ട്. ഒരു ഡിസൈനാണ് ഇങ്ങനെ പോയിട്ടുള്ളത്. ഇതുപോലെ വരുന്നുണ്ട് ബ്ലൗസ് പീസ്. ബാക്ക് പോർഷൻ ഇങ്ങനെ വരുന്നുണ്ട്. എല്ലാ ബ്ലൗസും ലൈനിങ് കൊടുത്ത് തന്നെയാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ബ്ലാക്കിലൊരു ഷെയ്ഡാണ്. ബ്ലാക്കും ആഷും ഒരു നല്ലൊരു ഷെയ്ഡാണ് വന്നിട്ടുള്ളത്. ബ്ലാക്കിൽ ഇതുപോലെ വരുന്നുണ്ട്. മിക്കവാറും ബ്ലാക്ക് ബ്ലൗസ് ഉപയോഗിക്കുന്നവർക്ക് എന്തായാലും ഇത് ഉപയോഗിക്കാൻ പറ്റും. ആ ഒരു വൈറ്റ് പ്രിന്റ് കൂടെ വന്നതുകൊണ്ട് ഒട്ടുമിക്ക സാരികളുടെ കൂടെ ഇതൊക്കെ പെയർ ആക്കാം. ഇപ്പൊ ഇതാണല്ലേ ട്രെൻഡ്. നല്ല പ്ലെയിൻ സാരിയുടെ കൂടെയൊക്കെ നല്ല ഒരു ഡിസൈനർ ബ്ലൗസ് വിയർ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. നെക്സ്റ്റ് വന്നത്
ഒരു ആനിമൽ പ്രിന്റ് പോലെ ബ്ലാക്കിൽ ഇതുപോലെ വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ളൊരു പ്രിന്റ് ആണ്. ചെറിയൊരു ബോർഡർ കൂടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ സ്ലീവിന്റെ എൻഡിലായിട്ട് ചെറിയ ബോർഡർ ഉണ്ട്. നമ്മുടെ എൽബോയിൽ നിന്ന് കുറച്ച് മുകളിലോട്ട് കയറിയാണ് സ്ലീവ് ലെങ്ത് വന്നിട്ടുള്ളത്. ഇത്രയും ലെങ്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ വരുന്നുണ്ട്. നല്ല പ്രിന്റുകളാണ് ഇതൊക്കെ. ബാക്ക് പോർഷൻ ഇങ്ങനെ വരുന്നുണ്ട്. നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ്. ഓരോ പ്രിന്റും നമുക്ക് ഒരുപാട് പ്രിന്റുകൾ ആയതുകൊണ്ട്, ഡിസൈനർ ആയതുകൊണ്ട് നമുക്ക് സ്റ്റോക്ക് കുറവായിരിക്കും. അപ്പോൾ വേഗം തന്നെ ആദ്യം ഇത് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ്. നല്ല ഭംഗിയുള്ളൊരു ഗ്രീൻ ഷെയ്ഡ് ഇതുപോലെ വരുന്നുണ്ട്. നമുക്കിത് വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. സ്റ്റിച്ചിങ് ക്വാളിറ്റി ഒക്കെ നല്ല പെർഫെക്റ്റ് ആണ്. വേറെ കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല സ്റ്റിച്ചിങ് ക്വാളിറ്റിയാണ്. എല്ലാം സൈഡിലും നമ്മൾ ആ ലോക്കിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ തുണി ഇങ്ങനെ പിന്നി പോകുന്നതല്ല. ഫുള്ളും ഓവർലോക്ക് ഉള്ളത് കൊണ്ട് നമുക്ക് തുണി അങ്ങനെ പിന്നി പോകാറില്ല. ഇതുപോലെ വരുന്നുണ്ട്. ഒരു പൗഡർ ഗ്രീൻ എന്ന് പറയില്ല, ആ ഒരു കളറാണ് ഇങ്ങനത്തെ. നല്ല ഭംഗിയുള്ളൊരു കളർ ഷെയ്ഡാണ്. നെക്സ്റ്റ് ബ്ലാക്കിൽ നല്ലൊരു ഡോട്ടായിട്ട് വരുന്നുള്ള ഒരു പ്രിന്റ് ആണ്. നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്. ഇതുപോലെയാണ് ആ ഡിസൈൻ വരുന്നത്. സ്ലീവിന്റെ എൻഡിലും ആ ഒരു ചെറിയ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഡിസൈൻ ബ്ലൗസുകളാണ്. നെക്സ്റ്റ് നല്ലൊരു ഡാർക്ക് ഒരു പർപ്പിൾ ഷെയ്ഡാണ്. ഈ ബ്ലൗസ് ഒരുപാട് പേര് മുന്നേ ഉള്ള ഒരു വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ട്. അന്ന് നമുക്ക് സ്റ്റോക്ക് ഇല്ലായിരുന്നു. അപ്പൊ വീണ്ടും ഇത് റീസ്റ്റോക്ക് ചെയ്ത ഒരു ഐറ്റം ആണ് ഈ കളറ്. നല്ലൊരു പർപ്പിൾ ഷെയ്ഡ്, ഭംഗിയുള്ളത്. ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെ. ഫ്രണ്ടിൽ ഞാൻ 2-3 വീഡിയോ ചെയ്തുകൊണ്ടാണ് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ഫസ്റ്റ് ആദ്യം വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയാണ്. ഇവിടെ ഫ്രണ്ടിൽ ഹൂക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ഒരുപാട് ഹൂക്കുണ്ട്. ഒരു 8 ഹൂക്കോളം ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ വരുന്നുണ്ട്. ഇത് 2-3 വീഡിയോ ആയതുകൊണ്ടാണ് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ഇതിന്റെ സൈസ് പർച്ചേസ് ചെയ്യുന്നത് കാര്യമൊക്കെ ഞാൻ പറഞ്ഞു വീഡിയോയിൽ പല പ്രാവശ്യവും പറയുന്നുണ്ട്. നമ്മുടെ ബ്രാ സൈസിൽ നിന്ന് 1 സൈസ് കൂട്ടി വേണം പർച്ചേസ് ചെയ്യാനായിട്ട്. നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡാണ്. നല്ല ഭംഗി. ഇത് ബ്ലാക്ക് ഒക്കെ നല്ല ഭംഗിയാണ്. ബ്ലാക്കും വൈറ്റും എന്തായാലും ഒരെണ്ണം പർച്ചേസ് ചെയ്തോളൂ. നമുക്ക് എന്തായാലും ഏതെങ്കിലും ഒരു സാരിയുടെ കൂടെ വെയർ ചെയ്യാം. നല്ല സൂപ്പർ ആയിരിക്കും. ബാക്ക് നെക്കിന്റെ ലെങ്ത് ഇങ്ങനെ വരുന്നുണ്ട്. അത്ര ഇറങ്ങിയ നെക്കല്ല ഇത്. ഇത്രയും ലെങ്ത് ഉണ്ട് ഇവിടെ നമുക്ക് ബാക്കിൽ. ഇത്രയും നല്ല വിട്ടൊക്കെ കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. നമ്മുടെ ആ ഒരു ബോഡിയിലെ അത്ര അങ്ങനെ പൊങ്ങി നിൽക്കുന്നതല്ല. നല്ല രീതിയിൽ തന്നെയാണ് അത് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് ഒരു പർപ്പിളില് വേറൊരു പ്രിന്റ് ആണ് വരുന്നത്. ഇതുപോലെ വരുന്നത് ഇങ്ങനത്തെ പ്രിന്റുകളാണ്. ഇന്ന് കാണിച്ച ഐറ്റത്തിൽ കളേഴ്സിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയിൽ വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. അതിലേക്കൊരു മെസ്സേജ് ചെയ്യുക. മെസ്സേജ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് തന്നെ എടുക്കുക. നമ്മളിതിൽ റീഫണ്ടോ എക്സ്ചേഞ്ചോ ചെയ്യുന്നതല്ല ബ്ലൗസിൽ. അതുകൊണ്ട് 1 സൈസ് കൂട്ടിയെടുക്കുക എന്തായാലും. 1 സൈസോ 2 സൈസോ കൂട്ടിയെടുത്താലും കുഴപ്പമില്ല. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ബോഡി അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാം. കുറച്ച് പോർഷൻ അല്ലേ നമുക്ക് വരുള്ളൂ. ഇത്രയും ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടി വരുള്ളൂ. നമുക്ക് ഈ ബാക്കിൽ ഈ ടാസിൽസ് ഒക്കെ ഉള്ളത് കൊണ്ട് ചെറിയ അളവുകാർക്ക് ഇത് എടുത്താലും കുഴപ്പമില്ല വലുത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ കഴുത്ത് അങ്ങനെ കിഴിഞ്ഞു പോകത്തില്ല. അങ്ങനെ നല്ല ഷേപ്പിന് തന്നെ ഇരുന്നോളും. ഇത്രയും പോർഷൻ കൈ എന്തായാലും സ്ലീവ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പം ഇത്രയും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാകും. ബാക്കി ബോഡി ഷേപ്പ് കറക്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പം എന്താ സൈസ് കൂടെ മെൻഷൻ ചെയ്തൊന്ന് വാട്സപ്പ് ചെയ്യുക.